ഇന്ന് രാവിലെ തന്നെ എനിക്കിട്ട് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാലശേഷം വെച്ചില്ല. കാലശേഷം വെച്ചിരുന്നെങ്കിൽ എനിക്കവിടെ ബലമായിട്ട് പിടിക്കാമായിരുന്നു. അങ്ങനെ ചെയ്തില്ല. കാരണം അന്നത്തെ ജീവിതം തന്നെയായിരുന്നു, സന്തോഷകരമായ ജീവിതമായിരുന്നു. നമസ്കാരം, ഏവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷന് സമീപത്തായിട്ടാണ്. നമ്മളിവിടെ വരാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ കൂടെ ഇന്നുള്ളത് ഒരു 85 വയസ്സുള്ള കുഞ്ഞച്ചൻ എന്നൊരു അച്ഛനാണ്. ആ അച്ഛൻ്റെ ഒരു ആഗ്രഹം എന്നത് അച്ഛന് ഉപദ്രവം കൂടാതെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒന്ന് തല ചായ്ക്കാൻ ഒരു ഇടം വേണമെന്നാണ്. ആഹാരത്തെക്കാൾ കൂടുതലായി അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെടുന്നതും അദ്ദേഹത്തിന് കിടക്കാൻ ഒരു സ്ഥലം, ജീവന് ഭീഷണിയില്ലാതെ സ്വന്തമായി കിടക്കാൻ ഒരു സ്ഥലം വേണമെന്നാണ്. മകനും മക്കളും എല്ലാവരും ഉണ്ടായിട്ട് പോലും ഇപ്പോൾ അനാഥമായി റോഡിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ ഉൾപ്പെടെ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ പരാതിയുമായി കളക്ടറിൻ്റെ അടുത്തേക്കും RDOയുടെ അടുത്തേക്കും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്തെല്ലാം എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ ഒരു പരാതിയുമായിട്ട് ആ അച്ഛൻ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നേക്കുന്നത്, എന്താണ് അച്ഛൻ്റെ ആവശ്യം? എന്താണ് എൻ്റെ ആവശ്യം? എന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കാതെ എനിക്ക് ആഹാരം തരികയും, ആഹാരം തന്നില്ലെങ്കിലും വരെ എനിക്ക് സ്വസ്ഥമായിട്ട് കിടക്കാനുള്ള ഒരു മുറി, അതിനുള്ള സൗകര്യമുള്ള മുറി ഉണ്ട്. അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. കണ്ടവാൻ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, ദേഹോപദ്രവം. ആ ദേഹോപദ്രവത്തിൽ നിന്ന് ഞാൻ മോചനാകണം. പിന്നെ കിടക്കാനുള്ളൊരു സൗകര്യവും, ആഹാരം എനിക്ക് വിഷയമല്ല, എവിടുന്ന് ഒരു ആഹാരം കഴിക്കാം. പക്ഷെ കിടക്കാൻ സൗകര്യമില്ല. എൻ്റെ മൂത്ത മകൻ അങ്ങനെ ഒരു വീടില്ല, ചെറിയൊരു വീടാണ്, ഓലപ്പര. അത് ഈ അടുത്ത കാലത്ത് പണിയാൻ നേരത്തെ അത് ഒരു വാടകയ്ക്കൊരു വീടെടുക്കും. അങ്ങനെ ഒരു സൗകര്യം കിട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം. അതുവരെയെങ്കിലും എനിക്കിവിടെ കിടക്കാനുള്ള ഒരു സൗകര്യമാണ്. ജീവന് ഭീഷണി ഉണ്ടെന്ന് തന്നെ ജീവന് ഭീഷണിയുണ്ട്. ഇന്ന് രാവിലെ തന്നെ എനിക്കിട്ട് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. എനിക്ക് 85 വയസ്സ്. പേര് കുഞ്ഞച്ചൻ. ഒളശ അന്ധവിദ്യാലയത്തിന് സമീപം. ഒന്ന് കിടക്കണം, എനിക്കതേ ഉള്ളു. ഇവിടെ എനിക്ക് അതിനുള്ള സൗകര്യം ഇണക്കി തരണം. ഇല്ല, അത് കുറേ കഴിഞ്ഞാൽ മൂത്ത മകൻ ഒരു വീട് വാടക എടുക്കുകയോ അല്ല പണിയോ ചെയ്യുന്നിടം വരെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ഞാൻ പൊക്കോളാം. അതുവരെ എനിക്ക് ശല്യം ചെയ്യാം, എൻ്റെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. അതാണ് സാർമാരോടെല്ലാം കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതൊരു അപേക്ഷ എഴുതി കൊടുക്കാൻ പറഞ്ഞു. ആ അപേക്ഷ എഴുതി കൊടുക്കാണ്ട് അവിടെ ആള് വന്നില്ല. അതൊക്കെ എടുത്ത് കൊടുത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇതിനകത്തൊരു തീരുമാനമായിട്ടേ പോകുന്നുള്ളൂ. ഇതിപ്പം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് അങ്ങോട്ട് കയറണ്ട. പക്ഷെ ഞാൻ ഏതെങ്കിലും വീട്ടിൽ നിന്ന് പോകും. എൻ്റെ ചേട്ടൻ്റെ വീടുണ്ട്, ഞങ്ങൾ 5-6 പേരുണ്ട്. നേരത്തെ ഇങ്ങനെ പരാതികളൊക്കെ കൊടുത്തായിരുന്നു അച്ഛൻ? 8 വർഷം ശേഷം കൊടുത്തിരിക്കുന്നത്. 8 വർഷത്തിന് മുമ്പ് യാതൊരു വഴക്കുമില്ലായിരുന്നു. വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞ സമയത്താണ് ഈ വസ്തു ഇവർക്ക് എഴുതി കൊടുക്കുന്നത്. ഇല്ല, അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഞാൻ ഇവരെ ഇറക്കി വിടുകയില്ലേ. ഇപ്പം എനിക്കൊരു സാധനം ഇല്ല വന്ന ഞാനല്ലേ. കാലശേഷം വെച്ചില്ല. കാലശേഷം വെച്ചിരുന്നെങ്കിൽ എനിക്കവിടെ ബലമായിട്ട് പിടിക്കാമായിരുന്നു. അങ്ങനെ ചെയ്തില്ല. കാരണം അന്നത്തെ ജീവിതം തന്നെയായിരുന്നു, സന്തോഷകരമായ ജീവിതമായിരുന്നു. അത് അയൽവാസികളോടൊക്കെ ചോദിച്ചാൽ അറിയാം. എൻ്റെ ജീവിതമല്ല ജീവൻ. അങ്ങനെ ഒരു വശക്കേടാണ് ഇപ്പം നിൽക്കുന്നത്. അത് പറഞ്ഞാൽ ആരും വിശേഷം അയൽവാസികളോട് ചോദിച്ചാൽ പറയും അവിടെ നടന്നിരിക്കുന്ന സംഗതിയൊക്കെ. എൻ്റെ ഭാഗത്ത് ഇന്ന് വരെ ഒരു തെറ്റും ഒരു ചീത്തവാക്ക് പറയുകയോ ദേഹോപദ്രവം ചെയ്തിട്ടില്ല. അതെൻ്റെ മൂത്ത മകനും അല്ല. പക്ഷെ മൂത്ത മകനും ഇപ്പം ഈ വിഷയം കാരണം ഇവരും അടിച്ചാലും തെറ്റിയിരിക്കുക. മൂത്ത മകൻ എന്നെ അവിടെ കൊണ്ട് കിടത്താനുള്ള ഒരു സൗകര്യം ഇല്ല. ഒരു 4 പേരാണ്, 2 ആമക്കൾ. 2 പേർക്കും ജോലിയായി. അതുകൊണ്ടാണ് ഇപ്പം വീട് പണിയാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു വീട് പണിയുന്നിടം വരെ ഞാൻ ജീവിച്ചിരിക്കേണ്ടി അവരുടെ കൂടെ ഞാൻ പോകും. അതുവരെ എനിക്ക് ദേഹോപദ്രവം ഏൽക്കാതെ, ആഹാരം തന്നില്ലെങ്കിലും വിരോധമില്ല, സ്വസ്ഥമായിട്ട് കിടക്കാൻ. രാത്രി മാത്രം, പകൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കറങ്ങിയിട്ടാണ്. നമ്മുടെയൊക്കെ വീടുകളുണ്ടല്ലോ, അയൽവാസികളുടെ എവിടെ വേണമെങ്കിലും എനിക്ക് പോകാം. അത് അവിടെ വന്ന് അന്വേഷിച്ചാലേ എന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാനൊക്കെ ഉള്ളൂ. കാരണം വെച്ചാൽ തെറ്റൊന്നും ഞാൻ ഇതുവരെ ചെയ്തില്ല. നാട്ടുകാർക്ക് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി പോലീസിൻ്റെ മറ്റ് അധികാരികളുടെയും ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നാണ് ഈ ഒരു അച്ഛൻ്റെ ആവശ്യം. എന്തായാലും ഇനിയും തുടർ നടപടിയുമായി മുമ്പോട്ട് പോകും. ഇതിനൊരു പരിഹാരം, അല്ലെങ്കിൽ തൻ്റെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇതിനൊരു പരിഹാരം കാണുന്നത് വരെ താൻ ഈ ഒരു നിയമ പോരാട്ടമായി മുമ്പോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.